ചോദിക്കാം. എല്ലാവരും നിങ്ങൾ ഇങ്ങോട്ടല്ലേ ചോദിക്കാം. അടുത്ത ട്രിപ്പ് മഹാരാഷ്ട്രയാണ് ഉദ്ദേശിച്ചേക്കണേ. ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് ഒന്ന് ചെയ്യണം. അവിടെ 2-3 ട്രെക്കിംഗ് ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് ഇത് കഴിഞ്ഞതൊന്ന് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഗോ വിത്ത് ഫ്ലോ എപ്പോഴാ തോന്നുന്നു അങ്ങനെ തോന്നുമ്പോ ഇറങ്ങി പോകും, അത്രേ ഉള്ളൂ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോയോ എവിടെയും? പിന്നെ ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന്റെ 6ാം പക്കം ഞാൻ നേരെ കാശ്മീർ പോയി. അവിടുന്ന് പിന്നെ നേരെ നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ്, പിന്നെ ഇവിടെ അരുണാചല്, മേഘാലയ, അങ്ങനെ മൊത്തം കറക്കമായിരുന്നു. ബിഗ് ബോസിൽ റീ എൻട്രി കിട്ടിയപ്പോൾ കുറച്ചും കൂടെ അവിടെ നിന്നാൽ കൊള്ളായിരുന്നു തോന്നിയോ? റീ എൻട്രിയിൽ ഞാനായിട്ടാണ് നിന്നത്. കാരണം ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു. കാരണം അതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷെ എല്ലാവരും മിനിറ്റിന് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ സെക്കൻഡ് വീക്ക് ഒന്ന് കളിച്ച് വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ എന്നെ ചവിട്ടി പുറത്താക്കി. സോ പിന്നെ ഒന്ന് റീ എൻട്രിക്ക് എനിക്ക് തോന്നി ഓക്കെ നന്നായി നിൽക്കണം, ഞാനായിട്ട് നിൽക്കണം, പേടിയൊന്നും ഇല്ലാതെ ഗെയിം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ആരും ഒന്നും പറയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ ഒരു രീതിയിലാണ് നിന്നത്. കണ്ടു തോന്നുന്നല്ലേ കുറച്ചുകൂടെ കളി പഠിച്ചിട്ട് പോകണം തോന്നിയായിരുന്നു. ആക്ച്വലി അവിടെ പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇനി കളിച്ചിട്ട് പോണവർക്ക് പോയിട്ട് വേണമെങ്കിൽ വരാം. ലൈഫിൽ എന്ത് മാറ്റം വന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം? സീരിയസ്ലി എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. എങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്യരുത്, എങ്ങനെ ഒരാളെ വൃത്തിയോട് പറയരുത്, എങ്ങനെ ഒരാളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കുറേ ചീത്ത പാഠങ്ങളെ അവിടെ നിന്ന് കിട്ടാനുള്ളൂ. നല്ല പാഠങ്ങളൊന്നും എൻ്റെ അറിവിൽ എനിക്ക് കിട്ടാനുണ്ട്. എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടണമെന്നില്ല. നിഷാന ആര് വിന്നറാണെന്നാണ് ആഗ്രഹിച്ചത്? ജിന്നപ്പൻ തന്നെയായിരുന്നു. ഷുവറായിട്ടും. കാരണം ജിന്നപ്പൻ ക്വാളിറ്റി വൈസ് എനിക്ക് പലപ്പോഴും തോന്നിയത് ഇനിയിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണിക്കുന്നതാണോ. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ കണ്ട അതേ ജിന്നപ്പനെ തന്നെയാണ് കണ്ടത്. ഒരു നല്ല സ്നേഹമാണ്. നമ്മളെ വിളിക്കുമ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആൾ കാണിക്കുന്ന ആ ഒരു നെർവസോ അയ്യോ ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ കാണിക്കുന്ന സാധനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു റിയൽ ഫീലാണ് തോന്നിയത്. ആൾ ജെന്യൂൻ ആവും. ഫസ്റ്റ് 2 വീക്സിൽ അവിടെ നിന്നപ്പോൾ ജിന്നപ്പന് ഇത്രയും തന്നെ ഒരു ഇതുണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 വീക്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സ്റ്റാർട്ടിങ് അല്ല. ഇപ്പം ഞാൻ അവിടെ കണ്ട ഞാനല്ല പുറത്ത്. അതെല്ലാവരും പറഞ്ഞു ചേച്ചി ഇതുപോലെ സംസാരിക്കുന്നത് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നൂടായിരുന്നു എന്നൊക്കെ. അപ്പം ഫസ്റ്റ് വീക്ക് ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതേപോലെ എല്ലാവരും പലരും മനസ്സിലാക്കി വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ആ കുറച്ച് ദിവസങ്ങളല്ലേ കിട്ടുള്ളൂ. ആകെ 13 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ സീരിയസ്ലി പറയുകയാണെങ്കിൽ ആർക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ല, ആർക്കും വോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. റീ എൻട്രിക്ക് ശേഷം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ജിന്നപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും തുടങ്ങിയത്. കാരണം നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജിന്നപ്പൻ അടിപൊളിയാണ്.